അയോധ്യ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട സംഘർഷമുണ്ടായ കോഴിക്കോട് NIT-യിലെ 2 ഉത്തരേന്ത്യൻ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തു. മലയാളി വിദ്യാർത്ഥികളെ മർദ്ദിച്ചു എന്ന പരാതിയിലാണ് നടപടി. രാഹുൽ സുരേഷ് ആയിരുന്നു കോഴിക്കോട് നിന്ന്. രാഹുൽ, ഗുഡ് മോർണിംഗ്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ്? SKN ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ മാസം 22-ാം തീയതിയാണ് അയോധ്യ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് NIT-യിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ഈ പരിപാടി സംഘർഷഭരിതമാവുകയും ചെയ്തിരുന്നു. 2 ഉത്തരേന്ത്യൻ വിദ്യാർത്ഥികൾ 2 മലയാളി വിദ്യാർത്ഥികളെ മർദ്ദിച്ചു എന്ന് കാണിച്ച് നൽകിയ പരാതിയിലാണിപ്പോൾ കുന്നമംഗലം പോലീസ് കേസെടുത്തിട്ടുള്ളത്. 2-ാം വർഷ വിദ്യാർത്ഥിയായ കൈലാഷ് നൽകിയ പരാതിയിലാണിപ്പോൾ തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തൽ, മാരകമായി പരിക്കേൽപ്പിക്കാൻ ശ്രമം തുടങ്ങി വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസെടുത്തിട്ടുള്ളത്. ഈ വിദ്യാർത്ഥി ഇന്നലെ രാത്രി കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത്. ഇതിന് പിന്നാലെ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ കഴിഞ്ഞ ദിവസം കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനമെടുത്തിരുന്നു. ഇതേ തുടർന്ന് SFIയും KSUയും അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ കോളേജിലേക്ക് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത് അക്രമാസക്തമായതിന്റെ പരിഗണിച്ചുകൊണ്ട് മറ്റൊരു കേസ് കൂടി ഇപ്പോൾ കുന്നമംഗലം പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കണ്ടാൽ അറിയാവുന്ന 100ഓളം SFI KSU പ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ കുന്നമംഗലം പോലീസ് മറ്റൊരു കേസ് കൂടി എടുത്തിട്ടുള്ളത്. എന്താണെങ്കിലും സംഘർഷ പശ്ചാത്തലത്തിൽ 4 ദിവസത്തേക്ക് കോഴിക്കോട് NIT കോളേജ് അടച്ചിട്ടിരിക്കുക കൂടിയാണ്. SK. ഓക്കെ, താങ്ക് യു രാഹുൽ സുരേഷ്.